എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അമ്മേ നാരായണാം ദേവി നാരായണാം ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണം ശിൽക്കാഹലേ കരുണയായി വരമേകിടമ്മേം ശിൽക്കാതലേ കരുണയായി വരമേകിടമ്മേം ശിൽക്കാതലേ കരുണയായി വരമേകിടമ്മേം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഭദ്രകാളി അമ്മയുടെ കാര്യസാധ്യനായിട്ടുള്ള മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ദോഷങ്ങളൊക്കെ തീരുന്നതിന് വേണ്ടി അമ്മേനെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ദേവിയുടെ ഫോട്ടോയൊക്കെ വെക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അഭിപ്രായങ്ങൾ. അപ്പോൾ 2-3 പേര് ഇപ്പം എന്നോട് ചോദിച്ചു, തിരുമേനി അതെന്താ അങ്ങനെ പറയണത്, നമുക്ക് വെക്കാൻ പാടില്ലേ? യാതൊരു കാരണവശാലും ദേവിയുടെ ഫോട്ടോ വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വെക്കാം, നിങ്ങൾക്ക് രൗദ്രരൂപത്തിൽ കാണാൻ പേടിയാണെങ്കിൽ വെക്കാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ രൗദ്രം നമ്മൾ അമ്മേനെ അറിഞ്ഞ് വിശ്വസിച്ച് വെക്കുകയാണെങ്കിൽ യാതൊരു വിഷയമില്ല. നമ്മളറിയാതെ പേടിയാണെങ്കിൽ നമ്മളത് വെക്കാതിരിക്കുക. ശാന്തസ്വരൂപമായിട്ടുള്ള ഫോട്ടോ വെക്കുക. രൗദ്രവും ഇഷ്ടമില്ലാച്ച അല്ലെങ്കിൽ പേടിയാച്ചാൽ നമ്മളത് വെക്കാതിരിക്കുക. അതിന് കുറച്ചുകൂടി നല്ലത്. വെച്ചു എന്ന് വെച്ച് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല നിലവിൽ. അപ്പോൾ ആൾക്കാർ പെടുക. അപ്പം ചിലവർ പറയും ദേവിടെ വെക്കാൻ പാടില്ല. ദേവിടെ അവിടെ പോയിട്ട് ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജികളൊക്കെ വലിച്ചെടുക്കും ദേവി. നമ്മുടെ ശത്രുദോഷങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ഈ കൂടോത്രം അതൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇല്ലാതായി തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ദേവിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ അടുത്ത് മാറ്റമൊന്നും വേണ്ട. നിങ്ങൾ ലിവിങ് റൂമിൽ നിന്ന് അത് നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ വെക്കാതെ നമുക്കൊരു ഒതുങ്ങിയൊരു മുറികളിലേക്കൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം. കയറി വരുന്നിടത്ത് തന്നെ വെക്കാതെ ആൾക്കാരെ കാണിക്കണ്ടല്ലോ, നമ്മുടെ ഭക്തി നമ്മളുണ്ടായാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ദേവിയുടെയും മന്ത്രം നമ്മൾ ജപിക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ. ദേവിനെ നമ്മൾ ഈ കുംഭമീന മാസം എന്തുകൊണ്ട് ആരാധിക്കുന്നു? ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന ഒരു മാസങ്ങളാണ് കുംഭമീന മാസത്തിൽ. അപ്പം കുംഭം 1-ാം തീയതി നമുക്കിത് ജപിച്ചു തുടങ്ങാം. അപ്പോൾ ഈ കുംഭമീന മാസങ്ങളിലൊക്കെ ചൂട് കൂടുതലുള്ള സമയമാണ്. അപ്പം ദേവിയുടെ ഭാവം തന്നെ എന്താ? ചൂട്, ദേഷ്യം, അല്ലെങ്കിൽ കോപം. രൗദ്രത്തിൽ നിന്ന് ജനിച്ച, അഗ്നിയിൽ നിന്ന് ജനിച്ചവൾ, അല്ലെങ്കിൽ തൃക്കണ്ണിൽ നിന്ന് ജനിച്ചവൾ എന്നൊക്കെ ഒരു പേരുണ്ട് ഭഗവതിക്ക്. അപ്പം ആ ചൂടിൻ്റെ ഇതാണ് ദേവിയുടെ മാസം. അപ്പോൾ ഈ മാസങ്ങളൊക്കെ ദേവിനെ പോയി തൊഴുന്നത്, ദേവിയുടെ ഉത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പോകാൻ നേരത്തെ ഇവിടെ ഉത്സവമൊക്കെ നടക്കുന്നിടത്തൊക്കെ പോകാൻ നേരത്തെ കുറച്ച് കുങ്കുമോ ചുവന്ന പൂക്കളോ ചുവന്ന പട്ടുകളോ കൊണ്ടുവന്ന് ഇടയ്ക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ മന്ത്രം ജപിക്കാൻ നേരത്ത് കാലത്തും വൈകുന്നേരം അപ്പം നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ചിരുന്ന് ജപിക്കണം ശാന്തി. അപ്പം നിങ്ങൾക്ക് വെള്ളയോ ചുവപ്പോ ഏത് വസ്ത്രമായാലും നിങ്ങൾക്ക് യുക്തമായിട്ടുള്ള കഴുകി വെടുപ്പാക്കിയ വസ്ത്രം ധരിക്കുക. അത് നമ്മളൊരു മുറിയിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക, നമ്മൾ ശുദ്ധമാക്കി മാറ്റി വെക്കുക. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. എല്ലാ ഡ്രസ്സിൻ്റെ പോയിട്ട് അങ്ങനെ ഇതായിട്ട് ഇടുക. പിന്നെ മത്സ്യമാംസാദികൾ, അത് മത്സ്യമാംസാദികൾ മാത്രമല്ല, നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഗ്യാസായിട്ടുള്ള എല്ലാ വസ്തുക്കളും 3 മണിക്കൂർ മുമ്പ് കഴിക്കുക. മത്സ്യമാംസാദികളൊന്നുമല്ല, കിഴങ്ങ് വർഗ്ഗങ്ങൾ 3 മണിക്കൂർ മുമ്പ് കഴിക്കുക. ഗ്യാസായിട്ട് നമുക്ക് ഇരുന്ന് ജപിക്കാനായിട്ട് സാധിക്കില്ല, ഏകാഗ്രത കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇതിന് ശേഷവും 3 മണിക്കൂർ കഴിഞ്ഞ് ജപിക്കാം. അപ്പോൾ ചിലർക്ക് സംശയമാണ്, നമുക്ക് അന്നത്തെ ദിവസം ശാരീരിക നമുക്ക് ദാമ്പത്യ ബന്ധമൊക്കെ നിലനിർത്താം. അതിനൊന്നും യാതൊരു വിഷയമില്ല, തെറ്റുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷേ മത്സ്യമാംസാദികളൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ 3 മണിക്കൂർക്ക് മുമ്പും 3 മണിക്കൂർ ശേഷമൊക്കെ കഴിക്കുക. വേളയിൽ നമുക്ക് അത് എവിടെ ഏകാഗ്രത നമ്മളിലേക്ക് വന്ന ആ ശക്തി, നമ്മൾ ജപിച്ച ശക്തി ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ ഒന്ന് വ്യാപിക്കണ വരെ നമ്മളത് കൂട്ടാതിരിക്കുക. അപ്പോൾ നമ്മൾ ആ ഏകാഗ്രത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഓക്കെ. പിന്നെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സംശയം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് ജപിക്കാമോ? അപ്പോൾ സ്ത്രീകൾക്ക് ജപിക്കാം. പിന്നെ രാവിലെയും വൈകുന്നേരം 10 മണിക്കും നേരത്തെ ജപിക്കണം. സമയത്ത് ജപിക്കുക എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിനോട് ഉൾക്കാനുള്ള രാത്രി ജപിക്കാൻ പാടാത്ത മന്ത്രങ്ങളല്ല. മന്ത്രം ജപിക്കാം, ഈ മന്ത്രം ജപിക്കാം. പക്ഷേ അത്രയും ജപശക്തി ഉള്ളവൻ അല്ലെങ്കിൽ അത്രയും ജപിക്കുന്ന അമ്മേനെ അത്രയും അടുത്തറിയുന്ന ആൾ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ഉപകാരത്തിലേക്ക് കൊണ്ടിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉൾക്കൊള്ളാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഉപാസന എടുത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെ ജപിക്കും. ചുമന്ന കൊണ്ടെടുത്ത് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാട്ടിരുന്ന് ജപിക്കും, പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മൾ ജനങ്ങളാണെങ്കിൽ നമ്മൾ കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാട്ടോ, കാലത്ത് കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാട്ടിരുന്ന് ജപിക്കുക. അപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് ജപിക്കുക, അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 7 മണിക്ക് മുമ്പ് ജപിക്കുക സാധാരണ ജനങ്ങൾ. അല്ലെങ്കിൽ ഉപാസകരൊക്കെ ആണെങ്കിൽ രാത്രിയിൽ വടക്കോട്ട് തിരിഞ്ഞ് 12 മണിക്ക് ശേഷമൊക്കെ വടക്കോട്ടൊക്കെ ഇരുന്ന് ജപിക്കാവുന്ന ഗുരുരൂപത്തിലുള്ള മന്ത്രമാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ശത്രുദോഷങ്ങളൊക്കെ മാറി കിട്ടുന്ന ഒരു മന്ത്രമാണ്. കാര്യസാധ്യമൊക്കെ നടത്തിക്കിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാവുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു നിലവിളക്ക് കത്തിച്ചതിന് ശേഷം അതിന് മുമ്പിൽ
നിങ്ങൾക്ക് നാരങ്ങ വിളക്കും കത്തിക്കാം. 9 നാരങ്ങ വിളക്ക് അല്ലെങ്കിൽ 5 നാരങ്ങ വിളക്കും കത്തിച്ച് നിങ്ങൾക്ക് ജപിക്കാം. നിലവിളക്കും കത്തിക്കാം. നെയ്യിട്ട് തിരിയിട്ട് അധികം എണ്ണ ഇട്ട് കത്തിക്കാം. കിഴക്കുപടിഞ്ഞാറോ 5 തിരിയോ നമുക്കിഷ്ടമുള്ള അത്രയും തിരിയിട്ട് ജപിക്കാം. അപ്പോൾ ഏറ്റവും ഉത്തമം ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് ഇടുക, അതൊരു നല്ലതാണ്. പിന്നെ അല്ലെങ്കിൽ 5 ദിക്കിലേക്ക് ഇടുക, അതൊക്കെ ഏറ്റവും നല്ലതാണ്. അങ്ങനെയും ചെയ്യാം. പിന്നെ ഇവിടെ 4 ദിക്കിലേക്ക് ഉണ്ടെങ്കിൽ 4 ദിക്കിലേക്ക് ഇടുക, അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല. പക്ഷേ ഇടാറില്ല, നമ്മൾ ഒറ്റത്തിരിയാണ് ഉദ്ദേശിക്കുക. ഒറ്റ ആയിട്ട് വരാവുന്ന രീതിയിൽ ചെയ്യുക, യുക്തി അനുസരിച്ച് ചെയ്യാം. ഓക്കെ. അതിന് ശേഷം ഒരു പട്ട് വെക്കുക, ഒരു ഇല വെക്കുക. ഇലയ്ക്കകത്ത് കുറച്ച് കുങ്കുമം ഇടുക. കുങ്കുമത്തിൽ ചുമന്ന പൂ കുറച്ച് വെക്കുക. എന്നിട്ട് ജപം ആരംഭിക്കുക. 18 മന്ത്രമാണ് ജപിക്കേണ്ടത്. പറയുന്ന മന്ത്രങ്ങൾ നന്നായിട്ട് ഇങ്ങനെ എഴുതി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതിയെടുത്ത് ഒരു നോട്ടായിട്ട് എഴുതിയെടുത്ത് ബുക്കിലേക്ക് എവിടെയെങ്കിലും എഴുതിയെടുത്ത് കുറച്ച് നേരം ഒന്ന് വായിച്ച് പഠിക്കുക. മന്ത്രങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. എന്തൊക്കെ മന്ത്രമാണെന്നൊന്നും നോക്കുക. നമ്മൾ ഒന്ന് കാണാതെ പഠിക്കണം എന്നല്ല, നമ്മൾ നോക്കി ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നോക്കി മന്ത്രങ്ങൾ ചൊല്ലണമെങ്കിൽ കുഴപ്പം തെറ്റുണ്ടാവാൻ പാടില്ല. ബ്രഹ്മദേവൻ എഴുതിയ മന്ത്രത്തെ നമുക്ക് തിരുത്താനായിട്ട് അധികാരമില്ല. അപ്പോൾ അവിടെ നോക്കി നമ്മൾ ചൊല്ലും. അപ്പം ഞാൻ അതുകൊണ്ടാണ് എഴുതിയിടണത്. ഇപ്പം സാധാരണ ഞാൻ എഴുതിയിടാറില്ല, മന്ത്രപരിചയമുള്ളതെന്ന് വിചാരിച്ച് എഴുതാറില്ല. അപ്പോൾ ചിലവർക്ക് മന്ത്രം എഴുതിയിടണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ മന്ത്രത്തെ എഴുതിയിടുന്നത്. തെറ്റുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയണത് കേട്ട് നിങ്ങൾ എഴുതിയിടുമ്പോൾ ചിലപ്പോൾ മന്ത്രം തെറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്തും പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഷ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മന്ത്രത്തിന് വ്യത്യാസം വരും പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതിയിടണം. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ടും അത് എഴുതിയെടുത്ത് ഇതുപോലെ ചെയ്യുക. അപ്പോൾ 18 തവണ ജപിക്കുക. അങ്ങനെയാണ് 18 ജപിച്ച് ദിവസവും കാലത്തും വൈകുന്നേരം ജപിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം കാളികി മഹാദേവി ക്രൂര സംഹാരകാരിണി ഉച്ഛിഷ്ട ചണ്ഡാലിനി സുമുഖീദേവി പാപവിനാശിനി ഓം ക്രീം ഹും ഹ്രീം ഭദ്രേശ്വരിയെ നമോ നമ. ഒന്നുകൂടി പറയാം. ഓം കാളികി മഹാദേവി ക്രൂര സംഹാരകാരിണി ഉച്ഛിഷ്ട ചണ്ഡാലിനി സുമുഖീദേവി മഹാപാപവിനാശിനി ഓം ക്രീം ഹും ഹ്രീം ഭദ്രേശ്വരിയെ നമോ നമ. ഓം കാളികെ മഹാദേവി ക്രൂര സംഹാരകാരിണി ഉച്ഛിഷ്ട ചണ്ഡാലിനി സുമുഖി ദേവി മഹാപാപ വിനാശിനി ഓം ക്രീം ഹും ഹ്രീം ഭദ്രേശ്വരിയെ നമോ നമ. എന്നോട് പറയാം. ഓം കാളികെ മഹാദേവി ക്രൂര സംഹാരകാരിണി ഉച്ഛിഷ്ട ചണ്ഡാലിനി സുമുഖി ദേവി മഹാപാപവിനാശിനി ഓം ക്രീം ഹും ഹ്രീം ഭദ്രേശ്വരിയെ നമോ നമ. ഓം കാളികെ മഹാദേവി ക്രൂര സംഹാരകാരിണി ഉച്ഛിഷ്ട ചണ്ഡാലിനി സുമുഖി ദേവി മഹാപാപവിനാശിനി ഓം ക്രീം ഹും ഹ്രീം ഭദ്രേശ്വരിയെ നമോ നമ. ഈ മന്ത്രത്തെയാണ് നമ്മൾ ജപിക്കേണ്ടത്. ഭക്തിയാദരപൂർവ്വം ചെയ്യുക. അമ്മേനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുക. അമ്മയുടെ തത്വം എന്താണെന്ന് ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുക. അമ്മേനെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ് ചെയ്യുക. അപ്പോൾ സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അഭിഷ്ടങ്ങളും അമ്മ സാധിച്ചു തരുന്നതാണ്. നമുക്ക് അമ്മേനെ ജപിച്ച് കഴിഞ്ഞാൽ ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ അന്നവസ്ത്രാദി മുട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ അമ്മ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുക ചെയ്യുക. നമുക്ക് കിട്ടിയ ഓരോ അറിവും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ട്. അവകാശപ്പെട്ട അറിവുകളാണ് നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, നിങ്ങളിലേക്ക് അറിവ് കിട്ടണം. അപ്പോൾ നിങ്ങളും അത് ഷെയർ ചെയ്ത് എല്ലാവരും കൊടുത്ത് എല്ലാവരോടും കാണാൻ പറയാം. നിങ്ങൾക്കൊരു നമുക്കിപ്പോൾ അതിനകത്ത് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു, അവരത് കണ്ടു, അവരുടെ ജീവിതം രക്ഷപ്പെടട്ടെ. നമ്മൾ കാരണം ഒരു ജീവിതം രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മളും വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇതിനകത്ത് എന്ത് കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ സമയമൊക്കെ വെറുതെ കളഞ്ഞാൽ നമ്മളും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ വിചാരിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ നല്ലൊരു ദിവസം നിർത്തുന്നു. നന്ദി, നമസ്തേ.